ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയ ഒരു പഴനിറവ് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പഴനിറവ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കൊന്ന് കണ്ടു നോക്കിയാലോ. അങ്ങനെ ഇതാ പഴം നിറച്ചത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് നല്ലോണം വറുത്തെടുക്കണം. ഇതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പ്, ബദാം പരിപ്പ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം വറുത്ത് ഒന്നും കൂടെ ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പാകത്തിനുള്ള പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനൊരു തേങ്ങ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് ഫുള്ളായിട്ടൊന്നും ഇപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കൂല, ബാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കാനാണ്. നമുക്ക് ആവശ്യം വരുമ്പോഴത്തെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പം വെച്ചിട്ട് തേങ്ങ വറുക്കാൻ നിൽക്കണ്ടല്ലോ. നോമ്പിന് ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്ത് വെച്ചാൽ നമുക്ക് നല്ലൊരു ആക്കം തന്നെയാണ് കേട്ടോ. ഇതുപോലത്തെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് വേഗം വന്നിട്ട് ഉണ്ടാക്കിയാൽ മതി. പിന്നെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നമ്മുടെ തേങ്ങ ഇവിടെ ആയിട്ടുണ്ട്, ഇത്ര മതി. അപ്പോൾ ഇതിലേക്ക് ഞാൻ പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 പഴമാണ്. ഇനി നമുക്ക് ഈ പഴത്തിൻ്റെ തോലൊക്കെ ഒന്ന് ചീന്തി മാറ്റി കൊടുക്കാം. അപ്പോൾ തോലൊക്കെ ഇവിടെ ചീന്തി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴത്തിൻ്റെ ഈ വളഞ്ഞ സ്ഥലം ഉണ്ടല്ലോ, ഈ വളവുള്ള സ്ഥലം, അവിടെയാണ് നമുക്കിത് ഒന്ന് കീറി കൊടുക്കേണ്ടത്. എല്ലാ പഴവും ഇതുപോലെ തന്നെ കീറിയെടുക്കണം. അപ്പോൾ പഴത്തിൻ്റെ തോലൊക്കെ ഇതാ ചീന്തി എടുത്തിട്ട് ഞാനിതാ അതുപോലെ കീറി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. ഇതുപോലത്തെ ഒരു ഫ്രൈ പാനാണ് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ള പഴമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലിങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ മുങ്ങി കുളിച്ച് നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ടുണ്ട് വെച്ച് ബാക്കി പണി നമുക്ക് പിന്നെ കാണാം. അപ്പോൾ അങ്ങനെ തന്നെ നമ്മുടെ പഴം ഇവിടെ നല്ലോണം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറട്ടെ. ഇനി നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ പണ്ട ഉണ്ടല്ലോ, ആ പണ്ട നമുക്ക് ഈ പോക്കറ്റിലേക്ക് കൊണ്ട് നിറച്ച് കൊടുക്കുക. അപ്പം അങ്ങനെ തന്നെ നമ്മുടെ പഴം നിറച്ചത് ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ, അതിലേറെ ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം ഇൻഷാ അല്ലാഹ്.